ഹായ് മക്കളെ, വെൽക്കം ടു ഇഗ്നീഷ്യ. അപ്പോൾ ഇഗ്നീഷ്യയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരുൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ് പഠിച്ച ആ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ആ ചാപ്റ്റർ ഓർഗാനിക്കിന്റെ ചാപ്റ്റർ പഠിച്ച് നമ്മൾ നോമൻക്ലേച്ചർ ആണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചെങ്കിൽ അതേ നോമൻക്ലേച്ചർ വെച്ച് ചെയ്ത ആ കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻസും അവരുടെ കുറെ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കി തരാമെന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോ ലെറ്റ്സ് ഗോ. ഞാനിവിടെ 5 റിയാക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ആ റിയാക്ഷൻസ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ ഈ 5 റിയാക്ഷൻസ് പഠിച്ച ഈ ചാപ്റ്ററിന്റെ വലിയൊരു ഭാഗം നമുക്ക് തീർന്നു. ആ 5 റിയാക്ഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. രണ്ടാമത്തേത് അഡീഷൻ റിയാക്ഷൻ, മലയാളത്തിലും അങ്ങനെ തന്നെ. മൂന്നാമത്തേത് പോളിമറൈസേഷൻ, അതും അങ്ങനെ തന്നെ. നാലാമത്തേത് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയും. അതേപോലെ അഞ്ചാമത്തേത് കമ്പഷൻ, ജ്വലനം. ഈ 5 റിയാക്ഷൻ ആണ് നമുക്ക് ഹൈഡ്രോ കാർബണുകളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ 5 റിയാക്ഷന്റെയും ഓരോ എക്സാമ്പിൾ വെച്ച് ഞാനോട് എഴുതി കാണിച്ചു തരും. ആ ഓരോ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ ഓരോ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരട്ടെ. ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. സംഭവം ഇത്രേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബെഞ്ചിൽ നമ്മൾ ഒരാളെ മാറ്റി, നിങ്ങൾ ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരാളെ മാറ്റി അടുത്ത ആളെ കയറ്റി ഇരുത്തുക. അവിടുത്തെ സ്ഥലം മാറുന്നില്ല, സ്ഥലം കുറയുന്നില്ല, അതേ സ്ഥാനത്ത് മറ്റൊരാൾ വന്ന് കയറിയിരിക്കുന്നു, പുതിയൊരു സാധനമായിട്ട് മാറുന്നു. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായി? ചില കൂട്ടുകാരൊക്കെ ഇല്ലേ, നമ്മൾ ക്ലാസ്സിൽ വരാൻ വൈകുമ്പോൾ ചില കൂട്ടുകാർ ചിലപ്പോൾ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് അവിടെ പോയിരിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഒരു റിയാക്ഷൻ ആണ് ഞാൻ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. മീഥൈൻ ആണ്, CH4 കേട്ടോ, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള മീഥൈൻ. ഞാൻ എന്നിട്ട് റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? Cl2, ക്ലോറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. Cl ആയിട്ട് ക്ലോറിൻ ഇരിക്കത്തില്ല, Cl2 ആയിട്ടാണ് ഇരിക്കത്തില്ല. ഓക്കെ, അത് റിയാക്ട് ചെയ്യുന്നത് ആരുടെ പ്രസൻസിലാണ്? സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ. അതിന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? CH3Cl ആയിട്ട് മാറും. ആര്? CH4 CH3Cl ആയിട്ട് മാറും. ഐഡിയ മനസ്സിലായോ? അതെങ്ങനെ മാറി? അതായത് കാർബണിന്റെ CH4 ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 2 Cl എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അതില് ഈ ഒരു Cl ഈ ഒരു H-നോടൊപ്പം ചേർന്ന് HCl ആയിട്ട് പോകും. ഓക്കെ, ആ സ്ഥാനത്ത് ആര് വന്നിരിക്കും? മറ്റൊരു Cl വന്നിരിക്കും. ഐഡിയ മനസ്സിലായോ? ഈ ഒരു H-ഉം ഈ ഒരു Cl-ഉം ചേർന്ന് വേണമെങ്കിൽ HCl ആയിട്ട് പോയാൽ ഈ വേക്കന്റ് സ്പേസിൽ ആര് വന്നിരിക്കും? ഒരു Cl കയറിയിരിക്കും. അപ്പൊ CH3Cl ആകും പ്ലസ് HCl ആകും. ഇത്രേ ഉള്ളൂ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതേ സാധനം ചിലപ്പോൾ അടുത്തത് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത് വെച്ച് CH3Cl-നോട് പിന്നെയും Cl2 ആഡ് ചെയ്ത് എന്ത് പറ്റും? അടുത്ത് H മാറി അടുത്ത് Cl വരും. അങ്ങനെ H പോകുന്നത് വരെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലടാ? എളുപ്പമല്ലേ സാധനം? സിമ്പിൾ ആയിട്ട് പഠിക്കാലോ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ, അതായത് അഡീഷൻ രാസപ്രവർത്തനം. സിമ്പിൾ ആണ്, ആഡ് ചെയ്യുന്നതാണ്. എന്താണ് ആഡ് ചെയ്ത് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2, ഈഥീൻ ആണ്. ഞാൻ ഇവിടെ എടുക്കുന്ന ആ ഒരു കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ടഡ് ആണ്. അതായത് ഈ റിയാക്ഷൻ നടക്കുന്നത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ് ഈ റിയാക്ഷൻ നടക്കുക. അതായത് അപൂരിത ഹൈഡ്രോ കാർബണുകളിൽ മാത്രമാണ് ഈ റിയാക്ഷൻ നടക്കുക. റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഹൈഡ്രജൻ ഒരിക്കലും H ആയിട്ട് നിൽക്കത്തില്ല മക്കളെ, H2 ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, ആ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ആരുടെ പ്രസൻസിൽ? നിക്കൽ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിക്കൽ എന്ന് പറയുന്ന ആളുടെ പ്രസൻസിൽ ഹൈഡ്രജനെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ഡബിൾ ബോണ്ട് ഒന്ന് പൊട്ടി എന്ത് സംഭവിക്കും? ഓരോ സ്ഥലത്തും ഹൈഡ്രജൻ ആഡ് ആകും. അങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH2 എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് പൊട്ടി, അവിടെ ഓരോ ഹൈഡ്രജൻ ഓരോ കാർബണിൽ ആഡ് ആയി, CH3 സിംഗിൾ ബോണ്ട് CH3 ആയി. ഇത്രയുള്ളൂ. ഇതാണ് അഡീഷൻ റിയാക്ഷൻ. 2 റിയാക്ഷൻ ഓക്കെ അല്ലേ? എളുപ്പമല്ലേ 2 റിയാക്ഷൻ? വളരെ എളുപ്പമല്ലേ? ഇതിലും എളുപ്പമാണ് അടുത്തത്, പോളിമറൈസേഷൻ. ഓക്കെ, അടുത്തതാണ് പോളിമറൈസേഷൻ. എളുപ്പമാണ്, വളരെ എളുപ്പം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്, ഈഥീൻ ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം N എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. N മീൻസ് നമ്പർ ഓഫ്, അതായത് എത്രയാണ് നമുക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ 10 ആകാം, 100 ആവാം, 1000 ആകാം, 10,000 ആകാം, 1,00,000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് N നമ്പർ ഓഫ് ഈഥീനുകൾ ആഡ് ചെയ്താൽ എന്തുണ്ടാകും?
പോളിമറൈസേഷൻ സംഭവിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും. അതിനെ പോളിമർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ആഡ് ആകുന്ന ആൾക്കാർ എന്ത് വിളിക്കാം? മോണോമർ എന്ന് വിളിക്കാം. അതായത് ഞാനൊരു കോമ്പൗണ്ട് എടുക്കുന്നു, അത് ഒരു വട്ടം CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 ഇതിൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന ആൾക്കാരെ മോണോമർ എന്നും ആഡ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റിനെ, ഉൽപ്പന്നത്തിനെ പോളിമർ എന്നും വിളിക്കുന്നു. ഈ റിയാക്ഷന് വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. ഐഡിയ മനസ്സിലായി? എളുപ്പമല്ലേ? ഇനി ഇവിടെ നടക്കുന്ന സംഭവം നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ചാൽ മതി. ഡബിൾ ബോണ്ട് മാറ്റി ഒരു ബ്രാക്കറ്റ് ഇടുക, ഇവിടെ ഒരു ക്രോസ് ഇടാൻ മറക്കരുത്. ആ ഡബിൾ ബോണ്ടിന്റെ അവിടെ സിംഗിൾ ബോണ്ട് ആക്കുക, N ഇടുക. ഡബിൾ ബോണ്ട് മാറിയത് കൊണ്ട് CH3 എഴുതി വെക്കരുത്, ഇത് ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ എഴുതാൻ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് ഈഥീൻ ആണ്. അപ്പൊ ഇതുണ്ടായ പ്രോഡക്റ്റ് പോളിത്തീൻ. പോളിത്തീൻ കവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് കവർ. ഓക്കെ, അതേപോലെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി വെക്കാം. ഓക്കെ, CH2 സിംഗിൾ ബോണ്ട് CHCl N ടൈംസ്. ഇത് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഇത് ആഡ് ചെയ്ത് മോണോമർ ആഡ് ചെയ്ത് ഉണ്ടായ സാധനത്തിനെ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. അതാണ് PVC പൈപ്പ് എന്ന് കേട്ടിട്ടില്ലേ? PVC. ഓക്കെ, ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ല ഈ സാധനം. അപ്പൊ ഇതേപോലെ ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. പിന്നെ കുറെ പോളിമേഴ്സ് ഉണ്ട്, അതിന്റെ യൂസസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ല? അപ്പൊ എന്താണ് പോളിമറൈസേഷൻ? മോണോമേഴ്സ് ആഡ് ചെയ്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു വലിയ ചെയിൻഡ് ആയിട്ടുള്ള പോളിമർ ആയിട്ട് മാറുന്നു. അതാണ് പോളിമറൈസേഷൻ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്തതിലോട്ട് പോവാം. ഞാൻ പറഞ്ഞോണ്ട് ഈ പോളിമറൈസേഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചർ പ്രഷറിലാണ്. ഓക്കെ, ഇവിടെ ആഡ് ചെയ്ത് മോണോമേഴ്സ് ആയിട്ടുള്ള എടുക്കുന്ന ആളെയാണ് മോണോമർ എന്ന് പറയുന്നത്. ആ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആളെ ആഡ് ചെയ്ത് ഒരേ ആളെ തന്നെ ആഡ് ചെയ്ത് ഉണ്ടാകുന്ന സാധനമാണ് പോളിമർ എന്ന് പറയുന്നത്. ഇതിന് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയാം. ഇതേപോലെ രണ്ടാമതൊരു സാധനം ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ട്. അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. ഇത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ മതി. അഡീഷനിൽ എന്താ സംഭവിച്ചത്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? സിംഗിൾ ബോണ്ടിൽ നിന്ന് ഒരു സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടും ഉണ്ടാവുന്നു. ഓക്കെ, കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ആൽക്കെയിൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ആൽക്കെയിൻ CH3 CH2 CH3 എന്ത് സാധനം? അത് പ്രൊപ്പെയിൻ ആണ്. നല്ല രീതിക്ക് ചൂടാക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ആ ബോണ്ട് ബ്രേക്ക് ആയി ഒരു ആൽക്കെയിൻ, ഒരു മീഥെയിനും കിട്ടുന്നു, ഒരു ആൽക്കീൻ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഈഥീനും കിട്ടുന്നു. ഇതാണ് തെർമൽ ക്രാക്കിംഗ്. അപ്പോ ഓൾറെഡി ഉണ്ടായിരുന്ന ഏത് ആൽക്കെയിനിൽ നിന്ന് ഈ സിംഗിൾ ബോണ്ടഡ് ആയിട്ട് ആളിൽ നിന്ന് ഒരു ഡബിൾ ബോണ്ടഡും ഒരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആളെ ഉണ്ടാക്കിയാൽ മതി. അതാണ് തെർമൽ ക്രാക്കിംഗ്. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെന്റെയിൻ തന്നു, 5 കാർബൺ ആറ്റം ഉള്ള ഒരു പെന്റെയിൻ തന്നു, എന്നിട്ട് ഹീറ്റ് കൊടുത്തിട്ട് പറയാണ് തെർമൽ ക്രാക്കിംഗ് സംഭവിച്ചാൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നിങ്ങൾ അതിൽ നിന്ന് ഒരു ആൽക്കീനും ഒരു ആൽക്കീനും ഉണ്ടാക്കുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോ. ഇത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ റിയാക്ഷൻ. ഐഡിയ മനസ്സിലായോ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ തെർമൽ ക്രാക്കിംഗ്? ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ലാസ്റ്റത്തിലോട്ട് പോവാം. കമ്പഷൻ. ലാസ്റ്റത്തെ ആളാണ് കമ്പഷൻ, ജ്വലനം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഈ ഗ്യാസ് എയറിൽ കത്തിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കൂടാ? തീ ഉണ്ടാകത്തില്ലേ? ചൂടുണ്ടാകത്തില്ലേ? ഒരു വെട്ടം പോലെ അല്ലെ? തീ ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു വെട്ടം ഉണ്ടാവും. ഇത് തന്നെ സംഭവം ഇത്രേ ഉള്ളൂ. മെയ്തേൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിജനിൽ, അതിൽ എയറിൽ കത്തിക്കഴിയുമ്പോൾ, എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും താപവും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഇതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഓർഗാനിക് കോമ്പൗണ്ട്സും ഈ എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കാം? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ഉണ്ടാവും. ഇതാണ് കമ്പഷൻ. എളുപ്പമല്ലേ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് 5 റിയാക്ഷൻസ്. ഈ 5 റിയാക്ഷൻസ് നല്ല വൃത്തിക്ക് പഠിക്കുക. ഞാനിപ്പോ ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷനോട് കാണിക്കും. അപ്പൊ ടോട്ടൽ അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോ ഈ പോളിമറൈസേഷനിൽ തന്നെ ഒരു 3-4 എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ കണ്ടൻസേഷൻ പോളിമറൈസേഷനോട് ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പോ ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി ഞാനവിടെ പറയാനുണ്ടായിരുന്നു, കണ്ടൻസേഷൻ പോളിമേഴ്സ്. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ ആണ്. മറ്റേതില് അഡീഷണൽ പോളിമറിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരേ ആൾക്കാരെ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് അഡിപ്പിക് ആസിഡ് ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, കുഴപ്പമില്ല, പേരൊന്ന് പഠിച്ചു വെക്കുക. അഡിപ്പിക് ആസിഡ് എന്ന് പറയും. ഇത് ഹെക്സാമെഥിലിൻ ഡയമീൻ ആണ്. ഹെക്സാമെഥിലിൻ ഡയമീൻ. ഓക്കെ, പേരൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹെക്സാമെഥിൻ ഡയമീൻ. ഈ ഉണ്ടാകുന്ന സാധനത്തിന്റെ പേരാണ് നൈലോൺ 66. ഓക്കെ, H2O വാട്ടർ ആണെന്ന് അറിയാലോ. അപ്പൊ റിയാക്ഷൻ എത്രയേ ഉള്ളൂ. എന്താ സംഭവിക്കുക? അഡിപ്പിക് ആസിഡ് ഹെക്സാമെഥിലിൻ ഡൈനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ N ടൈംസ് ഓഫ്
N ടൈംസ് ഓഫ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് ഒരുപാടെണ്ണം ഉണ്ടാവും അല്ലെ. റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? ഈ പറയുന്ന നൈലോൺ 66 എന്ന് പറയുന്ന N നമ്പർ ഓഫ് എന്തുണ്ടാകുന്നു? ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു, ഒരു പോളിമർ ഉണ്ടാകുന്നു. ഇതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കൂടാതെ അതിന്റെ ഒപ്പം എന്തും കൂടി ഉണ്ട്? വാട്ടറും കൂടി ഉണ്ടാകുന്നു N ടൈംസ് ഓഫ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് വന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ഈ അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇതിൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലേ. ഈ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ഇവിടത്തെ ഒരു OH, ഇവിടത്തെ ഒരു OH, ഇവിടത്തെയും ഓരോ ഹൈഡ്രജനുമായി ചേർന്ന് കഴിയുമ്പോൾ H2O ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള H2O ആയിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബോണ്ടഡ് ആയിട്ട് മാറുന്നു. നോക്കിക്കേ, ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ CO എന്നിട്ടാണ് ഇവിടത്തെ ഉള്ള CO ആരായിട്ട് ബോണ്ടഡ് ആയി? NH ആയിട്ട്. NH എങ്ങനെയായി? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയില്ലേ, അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു OH പോയി. അതേപോലെ തന്നെ അടുത്തതിൽ NH2 നിന്ന് ഒരു ഹൈഡ്രജൻ OH ആയിട്ട് ചേർന്നു, അതും പോയി. അപ്പൊ ടോട്ടൽ വാട്ടർ പോയി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ നേരെ നൈലോൺ 66 ആയിട്ട് മാറി. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ചുമ്മാ വെറുതെ എനിക്ക് എഴുതി കാണിക്കുന്ന റിയാക്ഷൻ അല്ല കേട്ടോ. ഇത് പ്രോപ്പർ ആയിട്ട് നടക്കുന്ന വളരെ കാര്യങ്ങളൊക്കെ, ടെമ്പറേച്ചർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നടക്കുന്ന റിയാക്ഷൻ ആണ്. നമ്മൾ റിയാക്ഷൻ ഇങ്ങനെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് പഴയ ടെക്സ്റ്റിലില്ല, പുതിയ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോ നിങ്ങൾ ആ പറയുന്ന റിയാക്ഷൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ റിയാക്ഷൻസും തന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എഴുതാനായിരിക്കും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതില് സൺലൈറ്റ് കണ്ടാൽ ഈ പറയുന്ന ആൽക്കെയിൻ, ഈ പറയുന്ന Cl2 Br2 അങ്ങനെയുള്ള സാധനമായിട്ട് സൺലൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടാൽ അപ്പൊ തന്നെ വെക്കുക, അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ തന്നെ അവിടുന്ന് ഹൈഡ്രജനെ മാറ്റി Cl കയറ്റി എഴുതി വെക്കുക പ്രോഡക്റ്റ്. അഡീഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നിക്കൽ കാറ്റലിസ്റ്റും ഹൈഡ്രജനും ഡബിൾ ബോണ്ടിൽ ആഡ് ആവുന്ന കണ്ടാൽ അഡീഷൻ ആണെന്ന് മനസ്സിലാക്കുക. പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ബ്രാക്കറ്റ് ഉള്ള സാധനങ്ങൾ കണ്ടാൽ N ടൈംസ് ഓഫ് ഒക്കെ കണ്ടാൽ എന്ത് സംഭവിക്കുക? പോളിമറൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ പറയുന്ന ഒരൊറ്റ എക്സാമ്പിളെ കണ്ടൻസേഷൻ ഉള്ളു. അപ്പൊ ഇത് അതേപോലെ പഠിച്ചു വെക്കാം. അതേപോലെ അടുത്ത ഏതായിരുന്നു? തെർമൽ ക്രാക്കിംഗ്. ഒരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കെയിനിൽ ഈ പറയുന്ന ഹീറ്റ് മാത്രം കണ്ടാൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനമായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കണം? ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആളെയും ഉണ്ടാക്കണം, അതിൽ നിന്ന് ഒരു ആൽക്കെയിനും ഉണ്ടാക്കുക. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ഹൈഡ്രജനൊക്കെ കറക്റ്റ് ആക്കി വെക്കാം. ലാസ്റ്റ് കമ്പഷൻ, അവിടെ ഓക്സിജനും എന്തിനാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിജനും കണ്ട ഉറപ്പിക്കുക അത് കമ്പഷൻ ആണ്. അപ്പൊ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ എഴുതി വെക്കുക പ്ലസ് ഹീറ്റ്. ഇനി അവിടെ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതി വെച്ചാൽ മതി, ആൻസർ കറക്റ്റ് ആയിരിക്കും. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ പുതിയൊരു സാധനമായിട്ട് ഇത് ഇതേപോലെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വന്നു അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കാം. ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇവിടുന്ന് OH ഇവിടുന്ന് ഒരു OH പോകുമ്പോൾ H2O ആയിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ളതിനൊക്കെ നേരെ ബോണ്ടഡ് ആയിട്ട് എഴുതി വെക്കുക. അപ്പൊ കിട്ടുന്നതാണ് നൈലോൺ 66. ചിലപ്പോൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആയിരിക്കില്ല ചോദിക്കുന്നത്, എങ്ങനെയാണ് നൈലോൺ 66ന്റെ ആ ഒരു റിയാക്ഷൻ എന്ന് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ മക്കളെ, അപ്പോ നിങ്ങൾ ഈ റിയാക്ഷൻസ് 5 കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങളിപ്പോ ആ ഒരു സെക്ഷന്റെ ലാസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണാം. അതിൽ ഓരോ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്ന റിയാക്ഷൻ എഴുതാൻ, അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ പേരെന്ത്, അങ്ങനെ ചിലപ്പോൾ മാക്സിമം ഡെഫിനേഷൻസിലേക്ക് പോയാലായി. അപ്പൊ അങ്ങനെയാണ് ചോദിക്കുക. മിക്കപ്പോഴും ചോദിക്കുന്ന പ്രോഡക്റ്റ് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ റിയാക്ഷൻ എഴുതാനായിരിക്കും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ പഠിച്ചു പോകേണ്ട കാര്യമുള്ളൂ. എക്സാമ്പിൾസ് ഒക്കെ നോക്കി ഒന്ന് വെക്കുക. അതേപോലെ യൂസസ് ഓഫ് നമ്മുടെ എന്താണ് ഈ പറയുന്ന പോളിമറിൽ കുറച്ച് കാര്യമുണ്ട്, അത് പഠിക്കണം. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ.